അവണിശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും അവണിശ്ശേരി പഞ്ചായത്തിന്റെയും സംയുക്തമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമാപന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അവൻ ഇത് കേട്ടത് അനുസരിക്കാൻ തയ്യാറായി. അപ്പൊ അവൻ സ്കൂളിൽ നിന്ന് പറഞ്ഞ വഴിക്ക് പോക്കറ്റിലൊരു പുൽനാമ്പ് പുൽക്കൊടിയില്ലേ, പുല്ല് പോക്കറ്റിലുണ്ടായിരുന്നു. അവൻ പതുക്കെ അതെടുത്തു. ആരും അനങ്ങാണ്ട പോവാൻ പറഞ്ഞ വഞ്ചിയാണ് കേട്ടാ. അവൻ ഈ പുൽനാമ്പ് എടുത്തിട്ട് അപ്പുറത്തിരിക്കുന്ന ആളുടെ മൂക്കിലൊന്ന് കുത്തി. എന്തുണ്ടാവും? തുമ്മും. അയാൾ ഇതുപോലെ തുമ്മാൻ 3 വർഷം എങ്ങനെ തുമ്മ എല്ലാവരും തുമ്മിയേ. പക്ഷെ അയാൾക്ക് അറിയാം, എന്തറിയാം? തുമ്മിയാൽ അപ്പോ വഞ്ചി പറയാ. അയാൾ തുമ്മിയില്ല. ഒന്നും കൂടി അപ്പൊ ഒന്നും കൂടി വന്ന് നോക്കി. ആ പുല്ലെടുത്തിട്ട് ഒന്നും കൂടി കുത്തി. വീണ്ടും അയാൾ തുമ്മാൻ 3 വർഷം അയാൾ ഇങ്ങനെയൊക്കെ പിടിച്ചിരുന്നു. അപ്പൊ നോക്കിയപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഇവൻ എന്ത് ചെയ്തു? ഒന്നും കൂടി ആ പുല്ലെടുത്തിട്ട് കുത്തിയ വഴിക്ക് ആദ്യം പിടിച്ചിരുത്തിയിട്ടായിരുന്നു തുമ്മല്, രണ്ടാമത് പിടിച്ചിരുത്തിയിട്ടായിരുന്നു. ഉറക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് തുമ്മട്ടാ. ആയുർവേദം പ്രധാന വിഷയമാക്കി ക്വിസ് മത്സരം, ചിത്രരചനാ മത്സരം, പ്രഭാഷണം എന്നിവ സംഘടിപ്പിച്ചു. സമാപന ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ VI ജോൺസൺ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന ആളുകളുടെ മാത്രമുള്ള ഒരു വിഭാഗമായിട്ട് ആയുർവേദത്തെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ അവണിശ്ശേരി പഞ്ചായത്തിൽ കൊച്ചു കുട്ടികൾ പോലും ആയുർവേദത്തെ സ്നേഹിക്കുന്നു. അതിന്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കുട്ടികളാണ് നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾ. അപ്പൊ അങ്ങനെ നല്ല രീതിയിലുള്ള പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് എല്ലാവർക്കും അവണിശ്ശേരി പഞ്ചായത്തിന്റെ ആശംസ നേരുന്നു. അവണിശ്ശേരി ALP സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രസാദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽ ചാണശ്ശേരി, ഗീതാ ശ്രീധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ സായ രാമചന്ദ്രൻ, രമണി നന്ദകുമാർ, വൃന്ദ ദിനേശ്, പ്രദീപ്, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V സുനന്ദ തുടങ്ങിയവർ സംസാരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇവിടെ നടത്തി വന്നത്. 2024 ദേശീയ ആയുർവേദ ദിനം ഒക്ടോബർ 29 ദിനമായിട്ട് സംസ്ഥാന തലത്തിൽ ആചരിച്ചത്. നമുക്ക് ഈ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം എല്ലാ സർക്കാർ ഡിസ്പെൻസറികളും അതുപോലെ തന്നെ ആശുപത്രികളും കേന്ദ്രീകരിച്ച് വിവിധ തരത്തിലുള്ള പരിപാടികൾ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഈ പ്രവർത്തനങ്ങളും. ഈ വർഷത്തെ 2024 ആയുർവേദ ദിനാചരണത്തിന്റെ ഒരു തീം എന്ന് പറയുന്നത് ഇന്നോവേഷൻ ഓഫ് ആയുർവേദ ഫോർ ഗ്ലോബൽ ഹെൽത്ത്. നമുക്കറിയാം ആയുർവേദത്തിന്റെ നവീകരണം ലോകത്തിന്റെ ആരോഗ്യത്തിന്. നവീകരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നവീകരിക്കുകയാണ്, അതിന് പുതുക്കുക. നമുക്കറിയാം ആയുർവേദ ശാസ്ത്രം 5000-ഓളം വർഷത്തോളം പഴക്കം ഉള്ള ഒരു ശാസ്ത്രമാണ്. അതിൻ്റെ ഒരു നവീകരണം, അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ, അതിന് ഭംഗി നഷ്ടപ്പെടാതെ, അത് ഈ ഒരു ഹൈടെക് യുഗത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൂടുതൽ ഉപയോഗപ്രദമായ രീതിയിൽ അതിനെ നവീകരിക്കുക അല്ലെങ്കിൽ അതിനെ സ്വീകാര്യമാക്കുക എന്നതാണ് ഈ തീമിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്.